ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി ഉണ്ടാവുന്ന ഒരു കൺസേൺ ആണ് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കണോ അതോ LLP ആക്കണോ എന്നുള്ളത്. ഈ എൻറ്റിറ്റികൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റികൾ ഉണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള മേജർ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടുള്ളൊരു ഡിഫറൻസ് LLPക്ക് കമ്പാരിറ്റീവ്ലി കംപ്ലയൻസ് റിക്വയർമെന്റ്സ് കുറവാണ്. ഉദാഹരണത്തിന് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവുന്നത് 40 lakh ടേൺ ഓവർ എക്സീഡ് ചെയ്യുമ്പോൾ മാത്രമാണ്. എന്നാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് ടേൺ ഓവർ ഓഡിറ്റ് കമ്പൽസറിയാണ്. മറ്റൊരു വ്യത്യാസമുള്ളത് നമുക്ക് മിനിമം നമ്പർ ഓഫ് ബോർഡ് മീറ്റിംഗ് അങ്ങനെയുള്ള റിക്വയർമെന്റ്സ് ഒന്നും തന്നെ LLPയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ കംപ്ലയൻസ് കോസ്റ്റ് കുറവുള്ളത് LLPക്കായിരിക്കും. എന്നാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂലോട്ട് വരുമ്പോൾ നിങ്ങളൊരു തേർഡ് പാർട്ടി ഇൻവെസ്റ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു VC ഫണ്ടിങ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നത് കുറച്ചുകൂടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലായിരിക്കും. കാരണം അവിടെ ഷെയർ ട്രാൻസ്ഫർ കുറെ കൂടെ ഈസിയാണ്, ഇൻവെസ്റ്റേഴ്സിന് എക്സിറ്റ് ഓപ്ഷൻ കുറെ കൂടെ ഈസിയാണ്. അപ്പോൾ അത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റ് സൈഡിൽ ആഗ്രഹിക്കുമ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്യുക പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളായിരിക്കും. അപ്പോൾ നമ്മളിത് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ക്ലോസ്ലി ഹെൽഡ് ഗ്രൂപ്പാണ്, ഒരു ഓണർ ഡ്രിവൺ ആയ ബിസിനസ് ആണ്, ചെറിയ കംപ്ലയൻസ് കോസ്റ്റിൽ റൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ LLP പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. മറിച്ച് നിങ്ങൾ എക്സ്പാൻഷൻ ആഗ്രഹിക്കുന്നു, സ്കെയിലപ്പ് ആഗ്രഹിക്കുന്നു, ഒരു തേർഡ് പാർട്ടി ഫണ്ടിങ് ആഗ്രഹിക്കുന്നു, അത്തരത്തിൽ സ്കെയിലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എൻറ്റിറ്റി ആണെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ.